മലബാർ തീരത്ത് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ ആദ്യത്തെ സ്ഥിരം തസ്തികയായിരുന്നു അഞ്ചുതെങ്ങ് കോട്ട. 1693 നവംബറിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി EAC ജോൺ ബ്രാബോണിനെ ആറ്റിങ്ങലിലേക്ക് അയച്ചു. അവിടെ അദ്ദേഹം റാണി ആഷുരയിൽ നിന്ന് അഞ്ചുതെങ്ങിന്റെ, അന്ന് അഞ്ചെങ്കോ എന്നറിയപ്പെട്ടിരുന്നു, മണൽത്തിട്ടയിൽ ഒരു കോട്ട പണിയുന്നതിനുള്ള ഒരു സ്ഥലം ഗ്രാന്റ് നേടി. ആറ്റിങ്ങലിന്റെ കുരുമുളക് വ്യാപാരത്തിന്റെ കുത്തകയും കൂടിയായിരുന്നു അത്. 1696 ജനുവരിയിൽ EAC നിർമ്മാണം ആരംഭിച്ചു. 1696 ജൂണിൽ റോബർട്ട് കള്ളിഫോർഡിന്റെ നേതൃത്വത്തിൽ ജോസിയ എന്ന ബ്രിട്ടീഷ് കടൽക്കൊള്ളക്കാർ അഞ്ചെങ്കോയിൽ ബംഗാൾ പൈലറ്റ് സർവീസിന്റെ ജിങ്കാലി എന്ന കപ്പൽ തകർത്തു. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മലബാർ തീരത്തെ അവരുടെ സ്വന്തം വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ ഡച്ചുകാർ റാണിയെ കോട്ടയുടെ നിർമ്മാണത്തിനെതിരെ സമ്മർദ്ദം ചെലുത്തി. നിർമ്മാണം നിർത്താൻ ഡച്ചുകാർ ബ്രാബോണിനോട് ഉത്തരവിട്ടു. പക്ഷേ അദ്ദേഹം അവരുടെ ഉത്തരവുകൾ അവഗണിച്ചു. തുടർന്ന് റാണി ബ്രിട്ടീഷുകാരെ പട്ടിണിയിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ കടലിൽ നിന്ന് അവർക്ക് വിതരണം ചെയ്യാൻ കഴിയുമെന്നതിനാൽ കര ഉപരോധം ഫലപ്രദമല്ലെന്ന് തെളിഞ്ഞു. തുടർന്ന് അവർ ബ്രാബോണിനെതിരെ ഒരു സായുധ സേനയെ അയച്ചു. പക്ഷേ അദ്ദേഹം അതിനെ പരാജയപ്പെടുത്തി ഒരു സമാധാനം സ്ഥാപിച്ചു. 1699 കോട്ട പൂർത്തീകരിച്ചു. കുരുമുളകിന്റെയും കോട്ടൺ തുണിയുടെയും ഒരു തഴച്ചുവളർന്ന വ്യാപാരം വേഗത്തിൽ വളർന്നു. ബ്രിട്ടനിൽ നിന്ന് വരുന്ന കപ്പലുകൾക്കുള്ള ആദ്യത്തെ സിഗ്നലിംഗ് സ്റ്റേഷനായി ഈ കോട്ട പ്രവർത്തിച്ചു. 256 അടി 78.0 മീറ്റർ ചതുരശ്ര വിസ്തീർണമുള്ള ഈ കോട്ടയിൽ 4 കൊത്തളങ്ങളുണ്ട്. അവയിൽ ഓരോന്നിലും 8-18 പൗണ്ടർ തോക്കുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. തുടക്കത്തിൽ ബോംബെ കാസിൽ കഴിഞ്ഞാൽ EIC കഴിഞ്ഞാൽ പ്രാധാന്യത്തിൽ 2ാം സ്ഥാനമായിരുന്നു അഞ്ചുതെങ്ങ് കോട്ടയ്ക്ക്. 1697 ആക്രമണത്തേക്കാൾ പ്രാധാന്യം ആറ്റിങ്ങലിലെ സംഭവവും 1721 ഏപ്രിലിൽ നടന്ന ഉപരോധവുമായിരുന്നു. 1704 വരെ ബ്രാബോൺ കോട്ടയുടെ ചുമതല തുടർന്നു. കോട്ടയിൽ അടക്കം ചെയ്ത ഭാര്യയുടെ മരണശേഷം സൈമൺ കൗസ് അദ്ദേഹത്തിന് ശേഷം അധികാരത്തിലെത്തി. കൗസിന് പകരം ജോൺ കൈഫിൻ സ്ഥാനമേറ്റു. എന്നിരുന്നാലും അദ്ദേഹം ഒരു സ്വതന്ത്ര വ്യാപാരിയായി കോട്ടയിൽ തുടർന്നു. കൈഫിൻ സ്വയം സമ്പന്നതയ്ക്കായി തന്റെ സ്ഥാനം ഉപയോഗപ്പെടുത്തുകയും പ്രാദേശിക രാഷ്ട്രീയത്തിൽ വിവാദപരമായി ഇടപെടുകയും ചെയ്തു. 1700 റാണി അഷുര മരിച്ചു. അവരുടെ പിൻഗാമിക്ക് അതേ അധികാരം ഉണ്ടായിരുന്നില്ല. ഇത് പ്രജകളും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള മോശം ബന്ധത്തിന് കാരണമായി. 1717 ആയപ്പോഴേക്കും കൈഫിൻ വിരമിക്കുകയും പകരം വില്യം ഗിഫോർഡ് സ്ഥാനമേൽക്കുകയും ചെയ്തു. അദ്ദേഹം തന്റെ മുൻഗാമിയേക്കാൾ സ്വയം സേവകനും ഭിന്നിപ്പുള്ളവനുമായിരുന്നു. തദ്ദേശീയ ജനങ്ങളുമായുള്ള ബന്ധം വഷളായിക്കൊണ്ടിരുന്നു. ഇതുപോലെ ഉള്ള വീഡിയോ കാണാൻ ആര്യസ് വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക.